ആ സച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ കാർത്തിക്, എനിക്ക് അത്യാവശ്യപ്പെട്ടൊന്ന് കാണണം. സോറി സച്ചി, ഞാനിപ്പോ സ്ഥലത്തില്ലല്ലോ. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുംബൈയിലാണ്. ഞങ്ങളൊരു വലിയ പ്രശ്നത്തിലാണ് കാർത്തിക്. കാർത്തിക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ ചെങ്കൽ മധു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല, എന്തിനും മടിക്കാത്തവനാ. സച്ചി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? കാർത്തിക് പറഞ്ഞ അനുസരിച്ച് ആ കമ്മീഷണർ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അനൂപേട്ടനെ ഉപദ്രവിക്കില്ലെന്ന് അയാൾ ഉറപ്പ് തന്നാൽ നമുക്ക് കേസ് പിൻവലിക്കാം. ഇതൊക്കെ നടക്കുമോ സച്ചേട്ടാ? നടക്കും. കാർത്തിക് ഇപ്പോ കമ്മീഷണറോട് കാര്യം വിളിച്ച് പറഞ്ഞു കാണും. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ പോരെ? പോലീസിന് അയാളെ ഒതുക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ അതിന് നമ്മളൊരു ആയുധമായി നിന്നു കൊടുക്കരുത്. കാർത്തിക് നമ്മളോട് അങ്ങനെ ചെയ്യൂ? നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ അയാൾ കമ്മീഷണറോട് വിളിച്ച് പറയാന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി കമ്മീഷണറെ കാണാം. നമ്മൾ പേടിച്ചു പോയി അവന്റെ കാല് പിടിക്കണോ, അതോ നിയമത്തിന്റെ സഹായത്തോടു കൂടി അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണോ? രണ്ടിലേത് വേണോന്ന് നമ്മളിപ്പോ തീരുമാനിച്ചേ പറ്റൂ. കാർത്തിക് പറഞ്ഞനുസരിച്ച് കേസ് കൊടുത്താ അനൂപെണ്ണെ രക്ഷിക്കാൻ പറ്റുമെന്ന് സച്ചേട്ടന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്, ഇത് നടക്കും. എത്ര വലിയ ഗുണ്ടകളായാലും അവരുടെ എല്ലാ ഉള്ളിൽ നിയമത്തിനെയും പോലീസിനെയും കുറച്ചെങ്കിലും പേടിയുണ്ടാവും. ജയിലിൽ കയറാൻ പേടിയില്ലെന്നൊക്കെ പല ഗുണ്ടകളും വെല്ലുവിളിക്കും. പക്ഷേ ഒരു ഗുണ്ടയും ജയിലിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബലം ഇവിടുത്തെ നിയമത്തിനും പോലീസിനും കോടതിക്കും ഉണ്ട്. അല്ലെങ്കിൽ ഗുണ്ടകൾ ഈ നാട് ഭരിക്കില്ലായിരുന്നു. എടോ, നമ്മളിനി മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നേരെ പോയി കമ്മീഷണറെ ചെന്ന് കണ്ട് കേസ് കൊടുക്കുന്നു. അദ്ദേഹം ചെങ്കൽ മധുവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. പോലീസിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അയാളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ആ സമയത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അനുവേട്ടൻ നിരപരാധിയാണ്. അതുമാത്രമല്ല, അയാളുടെ സഹോദരിയും അനുവേട്ടനും തമ്മിൽ ഒരു മുൻവൈരാഗ്യവുമില്ല. ഇപ്പോഴത്തെ ഈ ഇമോഷണൽ സിറ്റുവേഷൻ കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സച്ചിന് ഈ കാര്യം ഉറപ്പുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട. നമുക്ക് കമ്മീഷണറെ പോയി കാണാം. ഏത് കളിയായാലും ജയിക്കുമോ തോൽക്കുമോ എന്ന് അറിയാൻ വേണ്ടി കളത്തിലിറങ്ങി കളിക്ക് തന്നെ വേണം. അല്ലാതെ വേറെ വഴിയില്ല. എടോ, താൻ ധൈര്യമായിട്ടിരിക്കെ. ഇത് വിജയിക്കും. അനുവേട്ടനെ നമ്മൾ രക്ഷിക്കും. അതുപോലെ അവനെ വണ്ടിയിടിച്ച് കൊല്ലണം, അല്ലേ അണ്ണാ? എന്നാ പിന്നെ റോഡിലോട്ട് ഇറങ്ങി എല്ലാവരെയും വണ്ടിയിടിച്ച് കൊല്ല്. ഒരു കാര്യം ഞാൻ പറയാം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. പുതിയ കാപ്പ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരു കേസും കൂടെ ഉണ്ടാക്കി അതിനകത്തെങ്ങാനും പെട്ടോ? ഡിവൈഎസ്പി ശേഖർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്? എന്റെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടണമെന്നോ? അതല്ല, ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉടനെ ഉണ്ടാവാൻ പാടില്ല. അവന്റെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതും ഗർഭിണിയായ എന്റെ സഹോദരിയെയും ഭർത്താവിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതും എല്ലാം ഡിവൈഎസ്പി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവന്റെ വണ്ടിയുടെ അടിയിൽ ചതഞ്ഞറിഞ്ഞ് തീർന്നത് എന്റെ ചോരയാ. എന്റെ ജീവനെ അവൻ സമ്മതിച്ചു. പക്ഷേ സ്പെഷ്യൽ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ അനൂപ് വളരെ മര്യാദക്കാരനായ ഒരാളാ. വളരെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന ഒരു ഫാമിലി അവരുടേത്. അവരൊന്നും നമുക്ക് ഒരു തരത്തിലും ഭീഷണിയല്ല. ഇതൊരു MACT കേസ് മാത്രമാ. MACT അവിടെ തന്നെ നിക്കട്ടെ വെക്കില്ലേ? ഇതിന്റെ വിധി തീർപ്പാക്കാൻ ഒരു കോടതിക്ക് ഞാൻ അവസരം കൊടുക്കില്ല.
ഞാൻ തന്നെ വിധി പറയുകയും നടപ്പാക്കുകയും ചെയ്യും. കാപ്പ ലിസ്റ്റ് അല്ല, അതിനേക്കാൾ ഏത് വലിയ ലിസ്റ്റിൽ കയറുമെന്ന് പറഞ്ഞാലും അവനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അനൂപിന്റെ സഹോദരിയും ഭർത്താവും കൂടി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. അവരെല്ലാം ആകെ ഭയന്നിരിക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകളുമായി ഡീൽ ചെയ്തൊന്നും അവർക്കൊരു പരിചയമില്ല. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ വക്കീലേ? എങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് പ്രതികാരം തീർക്കായിരുന്നു. മണ്ടത്തരം പറയാതെ. അവരെന്തിനാ വന്നത്? ഒരു കോംപ്രമൈസിന് പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നത്. മധുവിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാൻ അവര് തയ്യാറാ. എന്നിട്ടാണോ അവരെനിക്കെതിരെ കമ്മീഷണർക്ക് പരാതി കൊണ്ടുപോയി കൊടുത്തത്? അത് പിന്നെ ആരായാലും ചെയ്യില്ലേ? നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? യഥാർത്ഥത്തിൽ ഇത് അവന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അപകടമാണെങ്കിലോ? അതൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോരെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത്? ഇനി അറിയാനൊന്നുമില്ല. അണ്ണനൊന്ന് മൂളിയാ മതി. ആ അടുത്ത നിമിഷം അവനെ ഞങ്ങൾ തട്ടും. അത് എളുപ്പമാണല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നതുകൊണ്ടാ എനിക്കിപ്പോ വേറെ ആരുടെയും കേസുകൾ എടുക്കാൻ നേരമില്ലാത്ത.